ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്നും ദൈവത്തിനറിയാം. ഓർമ്മിക്കുക, ഞാൻ ശത്രുത ഉളവാക്കും എന്നരുൾ ചെയ്തുകൊണ്ട് ദൈവം ഉളവാക്കിയ ഒരേയൊരു ശത്രുതയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം വിവരിക്കുന്നു. അത് മറിയവും സാത്താനും തമ്മിലും മറിയത്തിന്റെ സന്തതിയും സാത്താന്റെ സന്തതിയും തമ്മിലുമുള്ള ശത്രുതയാണ്. ഈ ഭിന്നത ഒരിക്കലും അവസാനിക്കാത്തതും അനുരഞ്ജനം സാധ്യമല്ലാത്തതുമാണ്. മാനവരാശിയുടെ നിത്യശത്രുവാണ് സാത്താൻ. അവൻ ദൈവത്തിന്റെ ഏക ശത്രുവാണ്. മനുഷ്യനെ ദൈവത്തിൽ നിന്നകറ്റി എന്നേക്കുമായി ആത്മനാശം സംഭവിപ്പിക്കാൻ അവൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി ചുറ്റി നടക്കുകയാണ്. ഉൽപ്പത്തിയിൽ ആരംഭിച്ച ഈ ശത്രുത യുഗാന്ത്യ നാളുകളിൽ ഏറ്റവും രൂക്ഷമാം വിധം പ്രകടമാകും. വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുന്നതുപോലെ അല്പസമയമേ അവശേഷിച്ചിട്ടുള്ളൂ എന്നറിഞ്ഞ് അരിശം പൂണ്ട് സാത്താൻ ക്രിസ്തു ശിഷ്യർക്കെതിരെ ഒരു യുദ്ധത്തിന് തയ്യാറായി നിലകൊള്ളും. ദൈവകൽപ്പനകൾ പാലിക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി ശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അവൻ പുറപ്പെട്ടുവെന്ന് വെളിപാട് ഗ്രന്ഥം സ്പഷ്ടമാക്കുന്നു. മനുഷ്യന്റെ ഈ ദുരവസ്ഥയിൽ സാത്താനെതിരായ യുദ്ധത്തിൽ സഹായിക്കാൻ മതിയായവൾ പരിശുദ്ധ കന്യകാമറിയം മാത്രമാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇത്ര വലിയ പകർച്ചവ്യാധിക്കു കാരണം എന്തെന്ന് തിരിച്ചറിയുവാനും ദൈവം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലാത്ത ഒന്നാണെന്നും സാത്താന്റെ ശക്തി ചില വ്യക്തികളിലൂടെ സമൂഹത്തിൽ വ്യാപിച്ചിട്ടുള്ളതാണെന്നും നാം മനസ്സിലാക്കി സാത്താന്റെ ശക്തിയെ പരാജയപ്പെടുത്തി അതിനെ അതിജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം.